അങ്ങനെ ദേ വീണ്ടും ഒരു വൈകുന്നേരം എത്തിയിട്ടുണ്ടേ. ഞാൻ ഇന്നലെ രാത്രി വെച്ച് ചോറ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ വൈകുന്നേരം ആയപ്പോ വേറെ ചോറിട്ട് വെക്കാണേ. ഞാൻ രാവിലെ തന്നെ ചോറ് വെക്കാറില്ല കേട്ടോ, കാരണം രാത്രി ആകുമ്പോഴത്തേക്ക് ചോറ് ഈ ചൂട് കാരണം പെട്ടെന്ന് ചീത്തായി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴാണ് ചോറ് വെക്കാറുള്ളത്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവിയായിട്ട് കഴിക്കണേക്കാട്ടി നല്ലതല്ലേ രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് ചോറ് കഴിക്കുന്നത്. വെള്ളം തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചിടുന്നുണ്ട് കേട്ടോ, കാരണം കുറച്ച് വെള്ളം തുളുമ്പി പോയായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ തുടച്ചിട്ടിട്ട് കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ടേ. പിന്നെ നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനലൊക്കെ ചെറുതായിട്ടൊന്ന് ചാരി വെച്ചിട്ടുണ്ടേ. പിന്നെ ഒരു കട്ടൻ ചായ കൂടി ഇടുന്നുണ്ട് കേട്ടോ. മഴക്കാറ് കണ്ടാ പിന്നെ കട്ടൻ ചായ നിർബന്ധ. അപ്പൊ ഇതാ കട്ടൻ ചായയൊക്കെ കാച്ചിട്ട് ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് ജനലൊക്കെ അടച്ചിട്ട് അടുക്കള വാതിലൊക്കെ അടച്ചിട്ട് ഹാളിൽ പോയിരിക്കാനുള്ള പ്ലാനിങ് ആട്ടോ. ഇനിയിപ്പൊ ഇങ്ങോട്ട് വരണ്ടല്ലോ, ചോറ് പഠിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതിയല്ലോ. നടുവിലത്തെ ഹാളിലെ ജനലും ഞാൻ അടച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം തുറന്നിട്ടൊക്കെ ആയിരുന്നു. പിന്നെ മുറ്റത്തിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ ലേസും ഉണ്ടായിരുന്നേ. ബിസ്ക്കറ്റ് കുഞ്ഞിക്കാണ്, ലേസ് എനിക്കും കേട്ടോ വാങ്ങിച്ചത്. പക്ഷെ മൊത്തം ഓളന്നെയാണ് കഴിച്ചത് കേട്ടോ. 2-3 ലേസാണ് എനിക്ക് കിട്ടിയത്, എന്നാലും കുഴപ്പമില്ല, അവള് കഴിക്കട്ടെ. അപ്പൊ ഇതാ മുല്ലപ്പൂക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള വീഡിയോ.